ഹായ് ഫ്രണ്ട്സ്, അതെല്ലാവർക്കും ഹാപ്പി ഓണം. ഇവർ വൈദ്യരാൽ സീരിയലിന്റെ ഒരു അടിപൊളി എപ്പിസോഡാണ്. അജയും ഭൂമിയും കൂടെ വിവാഹത്തിനെ കുറിച്ച് സംസാരിക്കുക കേട്ടോ. ഒറിജിനലായിട്ട് കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ ഭൂമിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സാറേ, അഭിനയാണെങ്കിലും ഒരു പരിധി വിടരുത്. ഇങ്ങനെ അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. ഈ നാടകം കളിയുന്ന എന്നെ ഒഴിവാക്കിക്കോളൂ. ഭൂമി ഇല്ല ഈ കാര്യത്തില് എന്ന് പറഞ്ഞ ഭൂമി അവിടുന്ന് പോകും. നിക്ക് ഭൂമി എന്ന് അജയ് പറയുന്നുണ്ടെങ്കിലും ഭൂമി ഇത് കേൾക്കാണ്ട പോവാണ്. അങ്ങനെ അജയ് വീണ്ടും സങ്കടത്തിലാവാ. ഒരു വലിയ പൈസക്കാരനെ ആയിട്ടോ കാണിക്കുന്നത്. അയാള് ആർക്കോ കടം കൊടുക്കുന്ന ആളാണ്. തിരിച്ച് പൈസ ചോദിച്ചിട്ട് ഒരാളെ ഫോൺ ചെയ്യും. വന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലേക്ക് വരും. എന്റെ സ്വഭാവം അറിയാലോ, ഇങ്ങോട്ട് പൈസ എത്തിച്ചോളണം കേട്ടല്ലോ എന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അപ്പോഴാണ് ഭൂമി അങ്ങോട്ട് വരുന്നത്. നമസ്കാരം സാർ. അല്ല, ഭൂമി എന്താ വന്നത്? ഭൂമി പറയും, കുറച്ച് ക്യാഷിന്റെ ആവശ്യം ഉണ്ടായിരുന്നു സാർ. വീട്ടിൽ പോയപ്പോ വൈഫാ പറഞ്ഞത് സാർ ഇവിടെയാണെന്ന്. ഭൂമി വാ എന്ന് പറഞ്ഞ് ആ പണി നടക്കുന്ന വീടിനകത്തേക്ക് ഭൂമിയെ കൂട്ടിക്കൊണ്ടു പോവാണേ. കൂടെയുള്ള ആൾ അവിടുന്ന് പറഞ്ഞയക്കും. കൊടുത്ത ക്യാഷ് കുറെ കിട്ടാനുണ്ട്. മുതലും പലിശയൊക്കെ ആയിട്ട് പുറത്ത് നിൽപ്പുണ്ട്. അതൊക്കെ വാങ്ങിച്ചിട്ട് ഇനി പുറത്ത് ക്യാഷ് കൊടുക്കുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുക. കൊടുത്ത് തിരിച്ചു വാങ്ങിക്കാൻ എനിക്കറിയാം. കാശ് അല്ലെങ്കിൽ വേറെ രീതിയിൽ. ഈ മോഹനചന്ദ്രൻ അത് മുതലാക്കും. ഭൂമി വന്ന് ചോദിക്കുമ്പോ എങ്ങനെയാ തരാതിരിക്കാം? അതല്ല, അതിരിക്കട്ടെ, എത്രയാ തനിക്ക് വേണ്ടത്? ഭൂമി ആലോചിച്ചിട്ട് പറയും, ഒരു 10 ലക്ഷം. 10 ലക്ഷം രൂപയോ? ഭൂമി അറിയും, അതെ, അമ്മയുടെ കേസിനായിട്ട് ഒരു വക്കീലിനെ കണ്ടു. അയാൾക്ക് കൊടുക്കാനാ. എന്റെ അമ്മ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറക്കണം സർ. എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. എത്ര രൂപ വേണമെങ്കിലും പലിശ തരാം. ഇത്ര പൈസ തന്നാലേ താൻ എങ്ങനെ തിരിച്ചു തരും? ഭൂമി അറിയും, അതിനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്, ഞാൻ തരും. അയാളേക്കും ഈടായി തരാൻ തന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? വീടോ വസ്തുവോ? ഈടൊന്നും ഇല്ലാതെ ഞാൻ പണം കൊടുക്കാറില്ല. ഈടൊന്നും ഇല്ല സർ, ഞാൻ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. ഞാനൊരു ചെക്ക് ലീഫ് തരാം, ഞാൻ സൈൻ ചെയ്ത ചെക്ക് ലീഫ്. അപ്പൊ അയാൾ പറയും, അതിലൊന്നും കാര്യമില്ല ഭൂമി, പ്ലീസ് സാർ. എന്റെ അമ്മ നിരപരാധിയാ. എന്റെ അമ്മ എനിക്ക് എങ്ങനെയെങ്കിലും പുറത്തിറക്കിയേ പറ്റൂ. ഞാൻ ആ കാശ് തിരികെ തരും, എന്നെ വിശ്വസിക്കണം. നിന്റെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി, ഞാൻ നിനക്ക് പണം തരാം. ഭൂമിക്ക് സന്തോഷാവട്ടോ. അങ്ങനെ അയാൾ പറയും, പക്ഷെ എനിക്ക് വേണ്ടത് നീ തരണം. അതിന് തയ്യാറാണെങ്കിൽ 10 ലക്ഷം രൂപ ഇപ്പൊ തന്നെ തരാം. ഭൂമിക്ക് ആകെ ഒരു പേടിയാവട്ടോ. എന്താ സാർ ഉദ്ദേശിക്കുന്നത്? ഓ, ഒന്നും അറിയില്ല, ഒരു അഭിനയം കണ്ടില്ലേ, പാവം. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതിരിക്കാൻ മണ്ടിയൊന്നുമില്ലല്ലോ നീ. എനിക്ക് പണത്തിന് പകരം വേണ്ടത് നിന്നെയാ. ഭൂമിക്കങ്ങ് ദേഷ്യം വരും. പിന്നെ ഈ വീടിന്റെ പണി തീർന്നിട്ടില്ലെന്നേ ഉള്ളൂ, ബെഡ്റൂം റെഡിയാ. അത് പറയലും അയാളുടെ കാരണക്കുറ്റി നോക്കി ഭൂമി ഒന്ന് പൊട്ടിക്കും. അനാവശ്യം പറയരുത്. പണം ചോദിച്ചാ ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നത്, അല്ലാതെ എന്നെ വിൽക്കാനല്ല. ഇനി ഒരു പെണ്ണിനോടും നിങ്ങൾ ഇങ്ങനെ സംസാരിക്കരുത്. അപ്പൊ അയാൾ പറയും, നീ എന്നെ തല്ലിയല്ലേ? ഭൂമി അറിയും, കൊല്ലാതിരുന്നത് ഭാഗ്യം എന്ന് വിചാരിച്ചോ? പണത്തിന് എനിക്ക് ആവശ്യമുണ്ട്, പക്ഷെ ആത്മാഭിമാനം വിൽക്കേണ്ട ആവശ്യമില്ല. പണം ഉണ്ടെന്ന് കരുതി ഈ ലോകത്തെ എല്ലാം വിലക്ക് വാങ്ങിക്കാന്ന് താൻ കരുതരുത്. പെണ്ണിന്റെ ആത്മാഭിമാനത്തെ തൊട്ട് കളിക്കാൻ നോക്കിയാ തന്നെ ഞാൻ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുമ്പോ നീ എന്നെ ഭീഷണിപ്പെടുത്താണോ? അപ്പൊ ഭൂമി അറിയും, ഭീഷണി മാത്രമല്ല, മുന്നറിയിപ്പ് കൂടിയാണിത്. എന്നോട് മാത്രമല്ല, ഇനി ഏതെങ്കിലും പെണ്ണിനോട് താൻ ഇങ്ങനെ പെരുമാറിയ നീ എന്ത് ചെയ്യടി? അപ്പളേക്ക് ഭൂമി വീണ്ടും അയാളെ തല്ലും. താൻ പിന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല എന്ന് പറഞ്ഞേ ഭൂമി അവിടെ നിന്ന് പോരാ. അയാൾ അത് പേടിച്ചിന് കേട്ടോ. ആരെങ്കിലും കണ്ടോന്ന് നോക്കുന്നുണ്ട്. ചുറ്റിലും പണി നടക്കുന്ന വീടാണല്ലോ. അത് കഴിഞ്ഞാ ഭൂമി കഫേയിൽ വന്നിട്ട് വിഷമിച്ച് തല താഴ്ത്തി ഇങ്ങനെ ഇരിക്കാട്ടോ. അപ്പൊ അജയ് അങ്ങോട്ട് വരും. ഭൂമി, ഒരു കോഫി. ഭൂമി ഇതൊന്നും കേൾക്കുന്നേ ഇല്ല. ഹലോ ഭൂമി എന്ന് വിളിച്ച് തട്ടി വിളിക്കുമ്പോഴാണ് ഭൂമി എണീക്കുന്നത്. എന്തു പറ്റി? ഈ ലോകത്തൊന്നും അല്ലാന്ന് തോന്നുന്നു, സ്വപ്നം കാണാണോ? സാറിന് എന്താ വേണ്ടത്, കോഫിയോ ടീയോ? അപ്പൊ അജയ് പറയും, ഒന്നും കേട്ടില്ല അല്ലേ? ഞാൻ വന്നത് പോലും അറിഞ്ഞിട്ടില്ല, പിന്നെയാ കേൾക്കുന്നത്. ഭൂമിയുടെ മുഖം കാണുമ്പോ തന്നെ അജയ് പിന്നെ ചോദിക്കും, എന്തു പറ്റി മുഖം വാടിയിരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭൂമിയെ മുഖം താഴ്ത്തിയിട്ട് പറയും, ഒന്നുമില്ല സാർ. അജയ് പറയും, എടോ, എന്താ ഇത്? ഈ കടയിലേക്ക് കയറി വരുമ്പോ തന്റെ ചിരിച്ചു നിൽക്കുന്ന മുഖ എല്ലാവരെയും വരവേൽക്കുന്നത്. പ്രശ്നങ്ങളൊന്നും താൻ പുറത്ത് കാണിക്കാറില്ല. ഇതിപ്പോ എന്തോ വലിയ പ്രശ്നം താൻ അലട്ടുന്നുണ്ട്. അത് തന്റെ മുഖത്ത് കാണുന്നുണ്ട്. പറ, എന്താ വിഷയം? അമ്മയുടെ കേസിന്റെ കാര്യം അറിയാലോ. പലരുടെ മുന്നിലും കൈനീട്ടി അങ്ങനെയാ മോഹനചന്ദ്രന്റെ മുന്നിലെത്തിയത്. കൊള്ളപ്പലിശക്കാരൻ. സാറിന് അറിയില്ലേ? കാശ് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് ആ കാശിന് പകരം എന്നെ വേണമെന്നാ. അങ്ങനെ അയാൾ പറഞ്ഞതൊക്കെ പറയാട്ടോ അജയോട്. ഇത് കേൾക്കുന്നതും അജയ് അങ്ങ് ഞെട്ടിപ്പോവും. ഏതൊരു പെണ്ണും കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ അയാൾ എന്നോട് പറഞ്ഞത്. അജയ് ഇത് കേട്ടതും പറയും, താൻ വാ, എന്റെ കൂടെ വരാൻ. എങ്ങോട്ടാണ് സർ? വരാനാ പറഞ്ഞത്, എന്റെ കൂടെ വരാൻ. തനിക്ക് ഭയമുണ്ടോ? ഭൂമി ഇല്ലെന്ന് ഇങ്ങനെ തലയാട്ടും. എങ്കി വാ. അങ്ങനെ അജയ് ഭൂമിയെ പോലീസ് വാഹനത്തിൽ കയറ്റി അവിടുന്ന് കൊണ്ടുപോവാട്ടോ. അങ്ങനെ അയാളുടെ വീടിന്റെ ആ പണി നടക്കുന്ന സ്ഥലത്തെത്തോട്ടോ. ചിലർക്ക് കൊടുക്കാനുള്ളത് അളന്ന് മുറിച്ച് തന്നെ കൊടുക്കണം. ഒരിക്കലും അത് കുറഞ്ഞു പോവരുത്. പോലീസ് വാഹനം വന്ന് നിൽക്കുമ്പോ തന്നെ അയാൾ ആ വീടിന്റെ പുറത്തേക്ക് വരും. അജയ് കയറി വരുന്നതാണ്. അയാളേക്കും, സാറെന്താ ഇവിടെ? അത് ചോദിക്കലും അടുത്തെത്തുന്ന അജയ് അയാളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുക. ഡാ, നിനക്ക് പെണ്ണിനെ വേണല്ലേടാ? ഒരു സഹായം ചോദിച്ചല്ലേ അവൾ തന്റെ മുന്നിൽ വന്നത്? എന്നിട്ട് താൻ അവളെ അപമാനിച്ചു. കാശുണ്ടെന്ന് കരുതി എന്തും വിലക്ക് വാങ്ങാന്ന് കരുതിയടാ? അയാളാകെ പേടിക്കും. വീണ്ടും അടിക്കൂട്ടോ. അങ്ങനെ അയാൾ പറയും, ഒരു തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണം സാർ. അജയ് പറയും, ക്ഷമ ചോദിക്കേണ്ടത് എന്നോടല്ല,
താൻ അപമാനിച്ച പെണ്ണിനോടാ, വാടാ വാ ഇവിടെ എന്ന് പറഞ്ഞ അയാളെ പിടിച്ചു വലിച്ച് ഭൂമിയുടെ കാൽ കീഴിൽ കൊണ്ടുവന്ന് ഇടാട്ടോ. അജയ് പറയും അവളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിട്ട് എഴുന്നേറ്റാ മതി. അയാൾ അങ്ങനെ തന്നെ ഇരുന്ന് കാല് തൊട്ട് ഭൂമിയോട് പറയും, ഭൂമി എന്നോട് ക്ഷമിക്കേ, എനിക്ക് മാപ്പ് താ, ഞാൻ തന്നോട് അങ്ങനെയൊന്നും പെരുമാറരുതായിരുന്നു. തനിക്ക് എത്ര ക്യാഷ് വേണമെങ്കിലും ഞാൻ തരാം, പലിശ പോലും വേണ്ട. ഭൂമി അറിയും ആർക്ക് വേണം തന്റെ ക്യാഷ്. അജയ് പറയും മോഹനചന്ദ്ര, ഒരു കാര്യം നീ മനസ്സിലാക്കണം, സ്ത്രീ എന്ന ദുർബലയുടെ പേരല്ല, ശക്തിയാണ്. നിന്റെ മുന്നിൽ നിൽക്കുന്നത് സഹായം ചോദിച്ചു വന്ന ഒരു പെൺകുട്ടിയാ. നീ സാഹചര്യം മുതലെടുക്കാൻ നോക്കി, പണത്തിന്റെ ഗർവ് കാണിക്കാൻ തുടങ്ങി. ആണിന്റെ ശക്തി ഇങ്ങനെയല്ല കാണിക്കേണ്ടത്. ഭൂമിയോട് മാത്രമല്ല, നിന്റെ മുന്നിൽ വരുന്ന ഓരോ സ്ത്രീയോടും മാന്യമായിട്ട് പെരുമാറണം. അവർക്ക് താങ്ങാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വേദനിപ്പിക്കാൻ നിൽക്കരുത്. വേദനിപ്പിച്ചാൽ എന്നെപ്പോലുള്ള ആണുങ്ങളുടെയും ഭൂമിയെപ്പോലുള്ള പെണ്ണുങ്ങളുടെയും ഉൾക്കരുത്ത് താൻ അറിയും. അതിനപ്പുറം നമ്മുടെ നിയമത്തിന്റെ ശക്തിയും. വണ്ടി കയറ്. അയാളേക്കും എന്തിനാ സാറേ? നമുക്ക് ഇവളുടെ കോഫി ഹൗസിൽ പോയി ഓരോ കോഫി കഴിച്ചിട്ട് വരാം. കേറടാ. കേറാൻ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് ആ ജീപ്പിൽ കയറ്റും. ഭൂമി താനും കയറ് എന്ന് പറഞ്ഞ് ഭൂമിയെയും കൂട്ടി അയാളെയും കൂട്ടി അജയ് അവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. അങ്ങനെ വണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ് അയാളെ അജയ് ഇറക്കുമ്പോൾ തന്നെ അയാൾ പറയും, സാറേ എന്നോട് ക്ഷമിക്കുക, ഞാൻ ഇനി ആവർത്തിക്കില്ല. അജയളെ ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. സ്റ്റേഷനിലകത്ത് കയറുമ്പോൾ പോലീസുകാർ വയ്ക്കും, എന്താ സാറേ? അജയ് പറയും ഇയാൾക്കൊരു അസുഖമുണ്ട്, കുറച്ചു കാലം അകത്ത് കിടന്ന് അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് ലോക്കപ്പിലിടുക. അയാൾ സാർ പ്ലീസ് എന്ന് പറഞ്ഞ് കെഞ്ചുമ്പോ അജയ് പറയും സ്ത്രീകളെ അപമാനിക്കുന്നത് ധൈര്യമല്ല, അവരുടെ നിസ്സഹായത മുതലെടുത്ത് ഭയപ്പെടുത്തുന്നതേ പുരുഷത്വമല്ല. ഒരാളെ വേദനിപ്പിച്ചിട്ട് അപമാനിച്ചിട്ട് പിന്നീട് ഒന്നും സംഭവിച്ചില്ലെന്ന് പോലെ ജീവിക്കാന്ന് കരുതരുത്. ഒരു സ്ത്രീയുടെ മാനത്തിനും വിലയുണ്ട്, പറ്റില്ല എന്നുള്ള അവളുടെ വാക്കിനും വിലയുണ്ട്. അത് മനസ്സിലാക്കാത്ത തന്നെ പോലുള്ളവർക്ക് നിയമം മറുപടി നൽകും. ഇതിന്റെ പേര് പറഞ്ഞ് തന്റെ പുറത്തുള്ള ആൾക്കാരെ വിട്ട് ഭൂമിയെ ആക്രമിക്കാനോ ഭീഷണിപ്പെടുത്താനോ ശ്രമിച്ചാൽ നിന്നെ ആജീവനാന്തം അകത്ത് കിടത്തും ഞാൻ. അങ്ങനെ ഭൂമിയുടെ അടുത്ത് വന്നിട്ട് പറയും, ഭൂമി പോയിക്കോളൂ, താൻ ധൈര്യമായിട്ടിരിക്കും, തന്നോടൊന്നല്ല ഒരാളോടും അവൻ ഇനിയാ ഇങ്ങനെ പെരുമാറില്ല. ഭൂമി അറിയും താങ്ക് യു സാർ. അജയ്ക്കും എന്തിനാ നന്ദി പറയുന്നത്, ഇത് ഞങ്ങളുടെ കടമയല്ലേ. ഭൂമി അറിയും അജയ് സാറെ പോലെയുള്ള പോലീസുകാരെയാ ഈ നാടിന് വേണ്ടത്. ആരും അധികാരത്തിന്റെ ഈ രൂപം കാണിക്കാറില്ല. തെറ്റ് ചെയ്യുന്നവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനും ഭയന്ന് നിൽക്കുന്നവരെ ധൈര്യം നൽകാനും പറ്റുന്ന പോലീസ് ഓഫീസേഴ്സിന് അവരുടെ പരാതി കേൾക്കണം, സംരക്ഷണം നൽകണം. ഒരു സ്ത്രീക്ക് നേരെ അനീതി നടന്ന അവളുടെ കൂടെ നിൽക്കണം, അവരുടെ പരാതി കേൾക്കണം, സംരക്ഷണം നൽകണം. അങ്ങനെയുള്ള പോലീസുകാരുണ്ടായാലേ സാധാരണക്കാർക്ക് ധൈര്യം. ഇന്ന് സാറ് ചെയ്തത് അതാണ്. ഒരു പോലീസ് ഓഫീസർ എങ്ങനെയായിരിക്കണം എന്നതിന്റെ ഉദാഹരണമാണ് സർ. അജയ് ചോദിക്കും അത്രയ്ക്കൊക്കെ വേണോ? ഭൂമി അറിയും വേണം, കൂടിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് കുറഞ്ഞു പോയോന്നൊരു സംശയം മാത്രമേ ഉള്ളൂ. നല്ല വാക്കുകൾക്ക് നന്ദിയുണ്ട്, പിന്നെ നാളെ ഇത് മാറ്റി പറയരുത്. അത് കേൾക്കുമ്പോ ഭൂമി ചിരിക്കും. ശരി സാർ. അങ്ങനെ മോഹനചന്ദ്രനെ നോക്കി ദേഷ്യത്തോടെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങാം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു ബാറിലാണ്. അഞ്ജനയും അഞ്ജനയുടെ ബോയ് ഫ്രണ്ടും കൂടെ അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്. അങ്ങനെ അവൻ പറയും ഇത് വേണ്ടായിരുന്നു അഞ്ജന, നീ വേറൊരാളുടേതാവുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അഞ്ജന പറയും ഒന്ന് പോടാ, നിന്നെ വിവാഹം കഴിച്ചോളാന്നേ ഞാൻ എപ്പോഴെങ്കിലും നിനക്ക് ഉറപ്പ് തന്നിട്ടുണ്ടോ? അപ്പൊ അവൻ പറയും ഇല്ല അതില്ല. അഞ്ജന പറയും അപ്പൊ കല്യാണം വേറെ, നമ്മൾ തമ്മിലുള്ള ബന്ധം വേറെ. അജയെ കല്യാണം കഴിക്കാന്നുള്ളത് എന്റെ ആവശ്യമാണ്. അതിനെ പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ട്. നിന്നെ ഉപേക്ഷിച്ചല്ല ഞാൻ അജയെ വിവാഹം കഴിക്കുന്നത്, അത് നീ മനസ്സിലാക്കണം. ഞാൻ ആരെ വിവാഹം കഴിച്ചാലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഇതുപോലെ തന്നെ തുടരും. വാക്കാണല്ലോ. അഞ്ജന പറയും വാക്ക്. വിവാഹം എന്റെ ജീവിതത്തിലെ ഒരു ഷോ ഓഫ് റിലേഷൻഷിപ്പ് മാത്രം. നീയുമായിട്ടുള്ള ബന്ധം ഞാൻ തുടരും. കല്യാണം എന്റെ തീരുമാന, അത് വേറെ കാര്യം. നിന്നെ ഞാൻ നഷ്ടപ്പെടുത്തില്ല, നീ അന്നും ഇന്നും എന്റെ സ്വന്തം തന്നെയാ. റോഷൻ പറയും എനിക്ക് അത് മതി, ഒന്നിച്ച് തീരുമാനിക്കാന്നേ നമ്മൾ തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിന്നെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ റോയ്, ഒരിക്കലും നഷ്ടപ്പെടില്ല. നമ്മുടെ ബന്ധം ഫ്രണ്ട്സ് ആൻഡ് ബെനിഫിറ്റ് എന്ന രീതിയിൽ തന്നെ തുടരാം. പക്ഷെ ഇത് മറ്റാരും അറിയരുത്. റോയ് പറയും അറിയില്ല, ഈ സമയം വരെ മറ്റാരും അറിഞ്ഞില്ലല്ലോ, നമുക്ക് ഇങ്ങനെ തന്നെ പോവാം എന്നും ഇങ്ങനെ പറയുമ്പോഴും അഞ്ജനയ്ക്ക് നല്ല ദേഷ്യമുണ്ട് കേട്ടോ. അഞ്ജനയുടെ ഉള്ളിലും ഒരു ചതിയുണ്ട്. പിന്നീട് കാണിക്കുന്നത് അവരവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ. അഞ്ജനയ്ക്ക് മദ്യപിച്ചത് കാരണം ശരിക്കും നടക്കാൻ കൂടി പറ്റുന്നില്ല. വിഴലേ എന്ന് പറഞ്ഞ് റോയ് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഈ സമയം ഭൂമി അതിലെ പോവാട്ടോ. മദ്യപിച്ചിറങ്ങുന്ന ഒരാളെ ഇടിക്കാൻ പോകുന്നുണ്ട്. എവിടെ നോക്കിയാണാവോ പോകുന്നത് എന്ന് പറഞ്ഞ് തിരിയുമ്പോഴായിരിക്കും അഞ്ജനേനെ കാണുന്നത് റോയുടെ കൂടെ. അങ്ങനെ അവരാണെങ്കിൽ കെട്ടിപ്പിടിക്കുന്നു, മദ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കുടിക്കുന്നു. ഇതൊക്കെ കണ്ട് ഭൂമി ഞെട്ടും. അഞ്ജനല്ലേ അത്? കൂടെ ആരാ? കല്യാണം ഉറപ്പിച്ചു, എന്നിട്ടും വേറൊരാളുടെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കണം അവള്. അഞ്ജന ഞാൻ വിചാരിച്ചതിനേക്കാളും ഫ്രോഡാണ് എന്ന് പറഞ്ഞ് ഈ കാഴ്ച കണ്ട് ഞെട്ടി നിൽക്കുന്ന ഭൂമിയെ കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്